ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ചക്കയുമായിട്ടൊക്കെ മൽപ്പിടുത്തം നടത്തുമ്പോഴേ കുറച്ചൊക്കെ ഇങ്ങനെ അവിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചക്കപ്പഴം കൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ നടത്താനെ കൊണ്ട് പോകട്ടോ. അങ്ങനെ ചക്കയൊക്കെ ദാണ്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് അവസാനം ദാണ്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് നല്ല ചൂടായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഷടപടാ നടത്തുക കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കാരണം ഇതിൻ്റെ അളവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ വഴറ്റി എടുക്കുക. കുറച്ചധികം നേരം വഴറ്റണം കേട്ടോ. കുറച്ചധികം സമയം എടുക്കും. അങ്ങനെ അത് വഴറ്റിയൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടണം കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. കുറച്ച് ഉപ്പിടണം, അതിനുശേഷം കുറച്ച് നെയ്യ് ഇടണം, പിന്നെ കുറച്ച് ജീരകം പൊടിച്ച് ചേർക്കണം കേട്ടോ. മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ഇടാം. ഇതിപ്പോൾ ഞാൻ ശർക്കരയും പഞ്ചസാരയും ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ചക്കയുടെ മധുരം വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം പോയി ഒരു ഇലയൊക്കെ വെട്ടി കേട്ടോ. ഭയങ്കര ശാസ്ത്രീയമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. എന്തായാലും നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. ഏതവസ്ഥയാവും എന്താവും എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ അതിന് ശേഷം ആ വഴറ്റി വെച്ച് ചൂടൊക്കെ ആറിയ ചക്കയ്ക്കകത്തോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ അരിപ്പൊടി കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല ഇങ്ങനെ ഏകദേശം ഒരു പരുവാകുമല്ലോ. അങ്ങനെ ആ ഒരു പരുവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൂടെ ഇട്ടുകയാണ്. അവസാനം കയ്യിൽ ഒട്ടിയൊക്കെ പിടിച്ചേട്ടോ. അങ്ങനെ കുറച്ചധികം നേരത്തെ പരിപാടിക്ക് ശേഷം അതങ്ങനെ സെറ്റാക്കി എടുത്തേ. അങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കാശിക്കുട്ട അതുവഴിയൊക്കെ ഓടുന്നുണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം കേട്ടോ. അപ്പോൾ എന്തായാലും അവിഞ്ഞ് നിന്നുകൊണ്ട് താണ്ട് ഈ ഒരു പരുവായി കേട്ടോ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ച് മാറ്റിയാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് വേറെ പരിപാടികൾ നടത്താനെ കൊണ്ട് പോവുകയാണ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച. അപ്പോൾ അതാണ്ട് ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ ഈ ഒരു സംഭവം വരുമെന്ന്. അങ്ങനെ ഒരു സേവനാഴിയൊക്കെ എടുത്ത് ആ കുഴച്ച്, അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായി കാണും ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവാവണം കേട്ടോ. ചക്കയും വയറ്റി വെച്ച ചക്കയും പിന്നെ അരിപ്പൊടിയും കൂട്ടിയിട്ട് കുഴച്ച് വെക്കുമ്പോഴത്തേക്കിനും ഈ സേവനാഴിക്കിട്ട് പീച്ചുന്ന ആ ഒരു പരുവാവണം. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് നമ്മൾ പെതുക്കെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാനിതിങ്ങനെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടുന്നതിനനുസരിച്ച് അത് ഊരി പോകുന്നുണ്ട്. എന്തായാലും ഒരുമാതിരി പരുവത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഡലിത്തട്ടിലേക്ക് ഒരു വാഴയിലൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയതൊക്കെ ഇതിനെ വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ പീച്ചണം. അങ്ങനെ ഇതിങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കുകയാണ്. പീച്ച് വരുമ്പോഴത്തേക്കിനും ഈ ഒരു പരുവാവുവേ. അങ്ങനെ എൻ്റെ ആരോഗ്യത്തിന് പറ്റാത്ത കാര്യമായതുകൊണ്ട് അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ പീച്ചുന്നത്. അങ്ങനെ അച്ഛനെ കൊണ്ട് പീച്ചതിന് ശേഷം നമ്മളിത് കുറച്ച് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അത്രത്തോളം ഒന്നും കാക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ആവി വന്ന് എടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താണ്ട് ഒന്നും കൂടി പറയാം, നല്ല പഴുത്ത ചക്ക നല്ലോണം അരിഞ്ഞ് കറയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അരച്ച് പിന്നെ അത് നന്നായിട്ട് വഴറ്റി കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഒക്കെ പുരട്ടി സേവനാഴിക്കകത്തിട്ട് അരിപ്പൊടിയോടൊപ്പം ഇളക്കി കുഴച്ച് ഈ ഒരു പരുവാക്കി എടുക്കാം കേട്ടോ.